ഗൈസ് നമ്മളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് മൈസൂർ ദസറ കാണാൻ പോവുകയാണ്. അപ്പം എൻ്റെ കൂടെ ഇതിൻ്റെ അനിയനാണ്, ഇതാണ് എൻ്റെ അമ്മ, പിന്നെ അച്ഛൻ, മാമൻ, മാമി, മാമീൻ്റെ അച്ഛനും അമ്മയും, പിന്നെ ദിയ മാമൻ്റെ മോളാണ്, പിന്നെ മാമൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വൈഫും കുട്ടികളും. നമ്മൾ ഇത്രയും ആളാണ് പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ വണ്ടിയിലാണുള്ളത്. മാമൻ്റെ സ്വന്തം വണ്ടിയാണ് പാപ്പാ സോണിയുടെ. നമ്മൾ ബോർഡർ എത്തി കണ്ടോ ഗൈസ്. ഇവിടെ ഒരു സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡർ ഉണ്ടായിരുന്നു. ഇതാണ് തോന്നുന്നു ശരിക്കും ഉള്ള ബോർഡർ. ഫോക്കസ് ആയിട്ടില്ല, ഇപ്പോഴാണ് ഫോക്കസ് ആയത്. എന്തായാലും ചെക്ക് പോസ്റ്റ് ആണിത്. ഇവരിതിന് മുന്നേ ഇവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതിൻ്റെ അഹങ്കാരം കാണിക്കുന്നുണ്ട് ഗൈസ്. ഇവരെ തള്ളു കേൾക്കാൻ എനിക്ക് വയ്യ ഗൈസ്. നമ്മൾ ബോർഡർ കടന്നു, കർണാടക എത്തി. ഫുൾ കാടാണ്, കോരങ്ങന്മാരൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്, ചുറ്റും കാടാണ്, കോരങ്ങന്മാരൊക്കെ ഉണ്ട്. ഫുൾ സീനറിയാണ്. ഞാൻ ഏതെങ്കിലും മൃഗത്തിനെ കണ്ടാൽ വീഡിയോ പെട്ടെന്ന് ഓണാക്കാൻ പറ്റിയാൽ ഞാൻ എടുക്കാം കേട്ടോ. കുഞ്ഞാത കിളിയെ ഞങ്ങൾ കണ്ടു. നമ്മളിപ്പോൾ ഒരു ലോറി മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് വ്ലോഗ് എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്യാമറ ഓണാക്കി എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഒന്നും ഞാൻ ഇനി അങ്ങോട്ടുള്ളതെങ്കിലും ശ്രമിക്കാം. മാമിന്റെ പാട്ട് കഴിയുമ്പോഴത്തേക്ക് ബ്ലോക്ക് ആയി. ഇതാണ് ഗായിക. ഒരു ഹായ് പറ മാമി. ഇതാണ് നമ്മുടെ വീട്ടിലെ ഒഫീഷ്യൽ ഗായിക. ആരില്ല ബ്ലോക്ക്. ഇനി ബ്ലോക്ക് കഴിയുമ്പോഴത്തേക്ക് കലാപരിപാടികൾ തുടരുന്നതാണ് ഗൈസ്. ലോറി മറിഞ്ഞതിന് ശേഷം ഇതാ വേറൊരു ആക്സിഡന്റ് നമ്മൾ കണ്ടിരിക്കുന്നു. പ്രേക്ഷ ദൂരെ കണ്ടോണ്ട് ഞാൻ ക്യാമറ ഓണാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഒരു വണ്ടി, ഒരു കാർ. ഇതാ ഹനുമാൻ സ്വാമി ടെമ്പിൾ. മങ്കി ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ മങ്കീനെ എടുത്താലും ബ്ലോഗിൽ മങ്കി മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദിയ, എൻ്റെ മാമൻ്റെ മോൾ. ഇവളുടെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഒരു വ്ലോഗ് ഇടുന്നതായിരിക്കും. പിന്നെ ചെറുപ്പത്തിലുള്ള ഓരോ കഥയെല്ലാം പറഞ്ഞാൽ പിന്നെ എൻ്റെ ചാനൽ അങ്ങോട്ട് ഹിറ്റ് ആവും. അതൊന്നും മൈദാക്കട്ടെ. പഞ്ചാമ്മേന്റെ പാട്ട് കാണാം. പണ്ട് മുതലുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു മുതലക്കുളം ഇവിടെ ഉണ്ട്. അവിടെ ഒരു മിനിറ്റ്, എനിക്ക് കുളം കാണുന്നില്ല, ഞാൻ എടുക്കായോ. മഴ പെയ്യുന്നോണ്ട് എനിക്ക് ഫോൺ പുറത്തിടാൻ. കണ്ടോ, ഇതാണ് ഗൈസ് മുതലക്കുളം. ഇവിടെ പണ്ട് മുതലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അവിടെ കണ്ടോ, അവിടെ ലേക്കോ എന്ന് പറഞ്ഞ ഒരു എന്തോ റിസോർട്ടോ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ കുളം കാണാം. നമ്മളിപ്പോൾ എവിടെ എത്തി. നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് ഫോൺ ഇട്ടിട്ട് വ്ലോഗ് എടുക്കാൻ പറ്റുന്നില്ല. ഓപ്പോസിറ്റ് കോരങ്ങന്മാരൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് കൂർഗ് ഗേറ്റ്. നമ്മൾ കൊടക് ജില്ല വഴിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതാണ് കൂർഗ് ഗേറ്റ്. പിന്നെ പെരുമ്പാടി പോലീസ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തി ഗൈസ്. പുറത്ത് മഴയുണ്ട്. ദസറക്കനോടാ മൈസൂർ വെറും 105 കിലോമീറ്റർ കൂടിയാൽ നമുക്ക് ഇനി നമ്മൾ മൈസൂരേക്ക് പോവുകയാണ്. 105 കിലോമീറ്റർ കൂടിയുണ്ട്. നല്ല മഴയുണ്ട്. കോട മഴ പെയ്യുന്നത് കൊണ്ട് കോട കുറവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കോട വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം.
തമ്മിൽ ഒടുക്കത്തെ മനപ്പൊരുത്താണ്. മാമി എടുത്ത പാട്ടും അമ്മ പറഞ്ഞ പാട്ടും ഒന്നായിരുന്നു ഗൈസ്. ഫോറസ്റ്റ് ഇവിടുന്നാണ് ഗൈസ് വരുന്നത്. കാപ്പിത്തോട്ടം ആണ് ഗൈസ് സൈഡിലുള്ളത്. ഇവിടെ റോഡൊന്നും വലിയ ശരിയില്ല കണ്ടോ, ഇങ്ങനെയാണ്. പക്ഷെ നമ്മുടെ പ്രോ ഡ്രൈവർ മാമൻ ഉള്ളത് കൊണ്ട് സെറ്റായിട്ട് പോവാം. ഇതാണ് പാപ്പാസ് ഹോളിഡേയ്സിന്റെ മുതലാളി സതീഷ് കി. ഏഴ് ട്രിപ്പ് ആണെങ്കിലും ഈ പാപ്പാസ് വിളിക്കാവുന്നതാണ്. ഇതാണ് മറ്റേ ടെക്നിക്കൽ ടീം. ഓൺലൈൻ വരുന്ന ബുക്കിംഗ്സ് ഒക്കെ ഞങ്ങൾ മാനേജ് ചെയ്യുന്നതായിരിക്കും. ഏത് ട്രിപ്പിനും ലോങ് ആയാലും ഷോർട്ട് ആയാലും കോൺടാക്ട് ചെയ്യുക സതീഷ് കി. അങ്ങോട്ടൊക്കെ നല്ല കോടയുണ്ട്, വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ നല്ല കാപ്പിത്തോട്ടമുണ്ട്. പറഞ്ഞോ ലോകൽ എടുക്കുന്നല്ലേ കുമ്മായിക്കോട്ടെ. പൂജ അന്താക്ഷരി നടക്കുന്നു. ചെറിയ പിള്ളേർ വാസസ് വലിയ ആൾക്കാർ. നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടാണുള്ളത്. ഒന്ന് എല്ലാവർക്കും ടോയ്ലറ്റിലൊക്കെ പോകാനും ഒന്ന് കാലൊക്കെ ഒന്ന് നിൽക്കാനും വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട്. പുറത്ത് ഈ പമ്പിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് നിൽക്കാം. ഇതാണ് നമ്മുടെ വണ്ടി. നേരത്തെ മര്യാദ കാണിക്കാം. ഇതാണ് വണ്ടി. 14 സീറ്റാണ് നമ്മളെടുത്തത്. കുറേ വലിയ വലിയ സീറ്റ് വണ്ടികളുണ്ട് പാപ്പാസിന്. 26 വരെയുള്ള ട്രാവലറും 34ൻ്റെ ബസ്സും ഉണ്ട് ഗൈസ്. നമ്മൾ ഇറങ്ങിയ പെട്രോൾ പമ്പിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു നാരങ്ങേൻ്റെ മരം ഉണ്ട് ഗൈസ്. ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കുറേ നാരങ്ങയുണ്ട്. അമ്മയും അഞ്ചമ്മയും കൂടെ നാരങ്ങ ചെന്ന് നോക്കാൻ പോകുന്നുണ്ട്. നാരങ്ങ മരം വഴിയില് മരാന്ന് പറഞ്ഞിട്ട് 2 ആൾക്കാർ നാരങ്ങ മരം നോക്കാൻ പോകുന്നുണ്ട്. ഓടി വരേണ്ടി വരുമോന്ന് ദൈവത്തിനറിയാം. ഇവരവിടുന്ന് നാരങ്ങ പറിക്കുകയാണ്. അമ്മയും വഞ്ചമ്മയും ശിവനും പോയിട്ടുണ്ട്. ഫോറസ്റ്റ് തുടങ്ങി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നിറച്ച് പൂവുള്ള മരങ്ങളുണ്ട്. പൂവാണ്. നല്ല രസമുണ്ട്. ഓറഞ്ച് മഞ്ഞ നല്ല കോമ്പിനേഷൻ രസം. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. 2 ആനയെ മാമ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടി ഓഫ് അല്ലെങ്കിൽ വരുന്നതായിരിക്കും. കിട്ടി. ആന ചങ്ങാതി കിളിയേ കാടെല്ലാം പൂക്കുന്ന കാലം വരും മുന്നേ പോകുകയാണോ നീ കിളിയേ, പോകുകയാണോ നീ പോണതാണേ. പുകയില അർബുദത്തിന് കാരണമാകുന്നു. ഇതാണ് പുകയില പാടം. ഇവിടെ ഫുള്ള് കുറെ പാടങ്ങളൊക്കെയാണ്. കണ്ടോ, കവുങ്ങത്തോട്ടമുണ്ട്. ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. മാമൻ തിരക്കുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്നിടത്തുനിന്ന് കാണാം.
നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. 6 ആൾക്ക് വേണ്ടി 3 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഓരോ ഭാഗത്തായിട്ട് ഇരുന്നിട്ടുണ്ട്. ഗൈസ് ഫുഡ് വന്നു. ബിരിയാണിയാണ്. ആക്ച്വലി നമ്മൾ ഫുഡ് വന്നപ്പോൾ ആക്രാന്തം കൊണ്ട് തിന്നു ഒരു റൗണ്ട്. രണ്ടാമത്തെ ബിരിയാണിയാണ് ഇത്. നമ്മൾ ഒരു ബിരിയാണി വാങ്ങിയിട്ട് 2 ആൾ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വയറ് നിറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ബിരിയാണി കൂടെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഐസ്ക്രീം ഫുഡ് കഴിച്ചിറങ്ങി. ഇനി കുറച്ച് നേരത്തേക്ക് അവരവർ സീറ്റിൽ റെസ്റ്റ് ചെയ്യാൻ പോകാൻ ഒരു ഡെസേർട്ട് വാങ്ങിയിട്ടുണ്ട്. ഐസ്ക്രീം. ഗൈസ് നമ്മളിവിടെ എത്തി. ഗൈസ് മൈസൂർ എത്തി. നമ്മൾ വണ്ടി റോഡ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഗൈസ് നമ്മൾ പാലസിന് അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ തിരക്ക് അത്യാവശ്യമുണ്ട്. സന്ധ്യാകുമ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് കൂടും തോന്നുന്നു. ഫുള്ള് ലൈറ്റ്സാണ് ഗൈസ്. ഇതൊക്കെ രാത്രി കത്തും. കുറേ മാലയും വളയും കാര്യങ്ങളും കമ്മലും ഒക്കെ ഉണ്ട്. ഈ മതിലിൻ്റെ അപ്പുറം മൈസൂർ പാലസാണ് ഗൈസ്. ഗൈസ് അങ്ങ് ദൂരെ ഒരു മലയൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നിറച്ചും കുറേ സൺഗ്ലാസും ബൊമ്മയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗൈസ് പഞ്ഞിമുട്ടായി ഉണ്ട് ഗൈസ് അവിടെ. തിരിച്ചു വരുമ്പോൾ നോക്കാം. ഇപ്പം വിശക്കുന്നില്ല. കുതിരവണ്ടി കണ്ടോ? കുതിരവണ്ടി. അതാണ് കുതിരവണ്ടി. ഇത് കണ്ടോ? ഇവർ ഫുട്പാത്ത് ഉണ്ടാക്കുമ്പോഴും വലിയ വലിയ മരങ്ങളൊന്നും മുറിച്ച് കളയാണ്ട് അതിനെ സംരക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. നല്ല കാര്യം. ഇവിടെ ഒക്കെ ഇങ്ങനെ ആള് ഇരുന്നിട്ടുണ്ട്. ಪ್ಯಾಲೇಸ್ ಇದಾണ് ಪ್ಯಾಲೇಸ್. ಸಾರ್ವಜನಿಕರಲ್ಲಿ ವಿನಂತಿ, ಇವತ್ತು ಪ್ಯಾಲೇಸ್ ಒಳಗಡೆ ಯಾವುದೇ ಎಂಟ್ರಿ ಇಲ್ಲ. ಇವತ್ತಿನ ಪ್ರೋಗ್ರಾಮ್ ಏನಿದ್ರು ಬನ್ನಿ ಮಂಟಪದಲ್ಲಿದೆ. പാലസിന്റെ മേല മയിൽ കണ്ടോ, കാണുന്നുണ്ടോ? അവിടെ ഉണ്ട് മയിലുകൾ. ഇത് കണ്ടോ, ഇത് കോട്ട മതിലിന്റെ ഇപ്പുറത്തുള്ള സ്ഥലമാണ്. ഇവിടെ പണ്ട് വെള്ളമായിരുന്നു. ആ വെള്ളത്തിൽ മുതലയുണ്ടായിരുന്നു. മുതലയും പിന്നെ എന്തെല്ലോ ജീവികളൊക്കെ ഉണ്ടായിരുന്നു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കടന്നിട്ട് ആരും പോയി. അത് കണ്ടോ ദൂരെ, അതാണ് ചാമുണ്ടി ഹിൽസ്. ഫ്ലവർ ഷോ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഉൾഷോ എടുക്കാൻ പോയിട്ടുണ്ട്. അഡൽസിന് 15, ചിൽഡ്രന് 25 ആണെന്ന് തോന്നുന്നു. ഇവിടെയാണ് ഫ്ലവർ ഷോ. ഇതിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്ലവർ ഷോ എടുത്ത് റോസ് ജമന്തിയും കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു ഗോപുരമാണ്. രഥത്തിൻ്റെ ഒരു ഷേപ്പ് ആണോ എന്ന് സംശയമുണ്ട്. പക്ഷേ രഥാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ചുറ്റി പോയി നോക്കാം. ഈ മൈസൂരുകാർക്ക് ഗാന്ധിജിനോട് എന്തോ വല്ലാത്ത ഇഷ്ടമാണ്. ഇവിടെ ഗാന്ധിജിൻ്റെ കുറേ പ്രതിമയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വന്നതിന് ശേഷം കണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇത് കാണുമ്പോൾ രഥം പോലെയൊന്നും ഇല്ല. എന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ചിലപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഫേമസ് ബിൽഡിങ്ങിൻ്റെ മോഡൽ വല്ലതും ആയിരിക്കും. കന്നഡയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. കന്നഡ അറിയുന്നവർ കമൻറ്റ് ബിലോ. വെറൈറ്റി പൂവൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ കുറേ കളർ ജമന്തി ഉണ്ട്. കുറേ കളർ ജമന്തി ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ളത് ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ പുറത്തുള്ളത് കാണാം. പുറത്ത് കുറേ ഉണ്ട്. ഇത് കണ്ടോ, കുറേ പൂക്കളൊക്കെ ഇങ്ങനെ ഇതുണ്ട്, നട്ടിട്ടുണ്ട്. ഇവിടെ നിറച്ചും മല്ലികപ്പൂവുണ്ട്. ഇത് കണ്ടോ, 2 ഭാഗത്ത് നിറച്ചും പൂക്കളാണ്. ഇവിടെ കണ്ടോ 2 മുയൽ, പൂ കൊണ്ടുണ്ടാക്കിയ 2 മുയൽ. എല്ലാവരും അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ടൈപ്പാണ്. പിന്നെ ഇത് കണ്ടോ ഡോൾഫിൻ, 2 ഡോൾഫിൻ ഉണ്ട്. ഇതാണ് പൂ കൊണ്ടുണ്ടാക്കിയ 2 ഡോൾഫിൻ. ഗൈസ് അവിടെ പൂ കൊണ്ടുണ്ടാക്കിയ വണ്ടി. ഇത് പൂ കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു ഷേപ്പാണ്. എന്താന്ന് എനിക്ക് മനസ്സിലായി. ആ അതൊരു മുയലാണ് ഗൈസ്. പിന്നെ അവിടെ വണ്ടി ഉണ്ട് കണ്ടോ. വണ്ടി ലോറിയാണ്, മറ്റേ ബാക്ക് പൊന്തിച്ചിട്ടുള്ള ലോറിയാണ്. പിന്നെ ഇവിടെ ഒരു കാളയുണ്ട്, നന്ദിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നന്ദിനെ പോലെ ഉണ്ട്. പിന്നെ ഡോൾഫിൻ. പിന്നെ ഇവിടെ പോയിക്കൊണ്ട് കന്നഡയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നന്ദിയുമായി ബന്ധപ്പെട്ട് എന്തോ ആണെന്ന് തോന്നുന്നു. ഇതുണ്ട് നന്ദി. പിന്നെ കുറേ പൂക്കൾ. പിന്നെ അവിടെ ഒരു വീട് പോലത്തെ ഒരു മോഡലുണ്ട്. വീട് പോലത്തെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ അതും എന്തോ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു മയിലിൻ്റെ ഷേപ്പിലുള്ള ബുഷ് കാണുന്നുണ്ട്. അതിൻ്റെ മേലെ ഫ്ലവേഴ്സ് ഒന്നും വെച്ചിട്ട് കാണുന്നില്ല.
പിന്നെ ഇത് കണ്ടോ, വള്ളി കൊണ്ടുള്ള പന്തൽ കണ്ടോ. നമുക്കിതിൻ്റെ ഉള്ളിൽ നോക്കാം. ഇത് കണ്ടോ, വള്ളി കൊണ്ടുള്ള പന്തലാണ്. നല്ല രസമുണ്ട് കാണാൻ ഗൈസ് നേരിട്ട്. ലൈറ്റ്സൊക്കെ ഏകദേശം ഓണായി ഇവിടെ. പിന്നെ ഐ ലവ് എർത്ത് എന്ന് പറഞ്ഞിട്ട് കയ്യിലകത്ത് പിടിച്ച് വെക്കുന്ന ഒരു ഗ്ലോബൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ വള്ളിയിൽ പൂവുള്ള വള്ളി കൊണ്ട് പന്തലിട്ട സ്ഥലത്ത് കയറുകയാണ്. ഇതാണ് പൂപ്പന്തൽ. പല ഷേപ്പുകളും ഉണ്ട് ഗൈസ്. അവിടെ ഒരു സൂര്യൻ പോലെ ഉണ്ട്, അതിൻ്റെ ബാക്ക് വ്യൂ ആണെന്ന് തോന്നുന്നു. ഇവിടെ 2 അരയന്നത്തിൻ്റെ ഇതുണ്ട് കണ്ടോ, സ്വാൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അവിടെ കണ്ടോ, അവിടെ വെള്ളം കൊണ്ടുള്ള എന്തോ വാട്ടർ ഷോ ടൈപ്പ് സാധനം നടക്കുന്നുണ്ട്. വാട്ടർ ഷോ എന്നല്ല, ജസ്റ്റ് ഒരു ഫൗണ്ടെയിൻ ഉണ്ട്. മെയ്സ് ഉണ്ട്, നമ്മളിതിൽ കയറിയിട്ടില്ല. മെയ്സ് കയറി കൊടുങ്ങാനുള്ള ക്ഷമയും സമയവും ഇല്ല. നമുക്ക് ഇവിടെ എന്നാളെ നോക്കാം. ഇവിടെ ഒരു സരസ്വതി ദേവി ഉണ്ട്, പൂജയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ കൊണ്ട് കറക്റ്റ് ഫ്രണ്ട് വ്യൂ കണ്ടോ. ഇവിടെ നമ്മൾ ചോളം വാങ്ങി. ഞാൻ 2-2.5 പ്ലേറ്റ് പാനിപ്പൂരി തിന്ന് എടുക്കാൻ പറഞ്ഞു. ഇതാ പ്രൂഫ് ഗൈസ്. ഇവിടെ ഒരു കുട്ടി സർക്കസ് കളിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓണായി ഇതുണ്ടോ, ലൈറ്റുകളൊക്കെ ഓണായി ഇതുണ്ടോ. ഇടയ്ക്ക് ഫോക്കസ് പോകുന്നുണ്ട് ഗൈസ്, ലൈറ്റ് ആയതുകൊണ്ട്. കണ്ടോ ഇവിടെയൊക്കെ ചുറ്റും ലൈറ്റ്, മേലെയൊക്കെ നല്ല ലൈറ്റുകളുണ്ട്. അതുണ്ടോ ഇതാണ് കണ്ടോ ലൈറ്റുകൾ കണ്ടോ ഗൈസ്. ലൈറ്റ് കുറേ ലൈറ്റ് ഉണ്ട്. റോഡ് സൈഡ് ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ. കണ്ടോ ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ ഷേപ്പിൽ ലൈറ്റ് ഉണ്ട്. എനിക്ക് ഫോക്കസ് ആവുന്നില്ല ഗൈസ്, ഒട്ടും ഫോക്കസ് ആവുന്നില്ല ഗൈസ്. അത് ഇന്ത്യൻ്റെ ഫ്ലാഗാണ്. കുതിരവണ്ടി, കുതിര എൻ്റെ അടുത്ത് വന്നു. ഒരു മിനിറ്റ്. അവിടെ ഫുൾ ലൈറ്റ്സ് ആണ് കണ്ടോ, ഫുൾ ലൈറ്റ്സ് ആണ്. ആ ഈ റോഡിൽ വണ്ടി ബ്ലോക്ക് ആക്കി കണ്ടോ ഫുൾ ലൈറ്റ്. ഈ ലൈറ്റ്സ് കാണാനാണ് നമ്മൾ വന്നത്. ഈ റോഡ് ബ്ലോക്ക് ആക്കിയോണ്ട് ഇതിലെ വണ്ടികളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കണ്ടുകൊണ്ട് പോവാം. ഫുൾ ലൈറ്റും കാണാം. എത്രത്തോളം ഫോക്കസ് ആവുമെന്ന് എനിക്കറിയില്ല, പരമാവധി ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഫുൾ ലൈറ്റാണ്. ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് ഗൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. കൈമുട്ടുന്ന പാവേനെ കണ്ടോ. മഹാത്മാഗാന്ധിൻ്റെ നല്ല തിരക്കുണ്ട് ഗൈസ് ഇവിടെ. ഞാൻ എടുക്കാൻ പറ്റുന്നൊക്കെ എടുക്കുന്നുണ്ട്, കൈ വെക്കാൻ പറ്റുമ്പോൾ എടുക്കുന്നുണ്ട്. വേണം ഫുൾ ആയിട്ടാണ് കണ്ടോ. നടന്ന് നടന്ന് വേറൊരു വഴിയിലെത്തി. എവിടെയോ എത്തി ഗൈസ്, വഴിയൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയിലേക്ക് പോകാൻ വഴി അറിയാം, നമ്മൾ ലൊക്കേഷൻ ഫോണിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ പാലസിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് കാണാൻ വേണ്ടി പാലസ് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ദുഃഖത്തെ തിരക്കാണ്, ചുറ്റി ചുറ്റി മടുത്ത്. റൂഫ്
സ്റ്റോപ്പ് ഒക്കെ ഉള്ള ബസ് കണ്ടോ, ഡബിൾ ഡക്കർ ബസ്. ഒരു വെറൈറ്റി കാർ കണ്ടോ. നമ്മൾ കട്ട് ഫ്രൂട്ട്സ് വാങ്ങി. ഫൈനലി നമ്മൾ വന്ന വഴിയിലെത്തി. നമ്മൾ വന്ന വഴി അവിടെ ഉണ്ടാകിൻ്റെ ഷേപ്പിൽ ലൈറ്റ് ഉണ്ട്. കാണുന്നുണ്ടോ അറിയില്ല എന്നത് കേട്ടോ. നമ്മൾ നേരത്തെ മുതലക്കുളമൊക്കെ കണ്ട വഴി. അങ്ങ് ദൂരെ നന്ദി ഹിൽസിന്റെ മേലെ, നന്ദിയല്ല ചാമുണ്ടേശ്വരി ആയിരുന്നു, ആ ഹിൽസിന്റെ മേലെ വെൽക്കം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കന്നഡയിലാണ്, നേരത്തെ ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമോ എന്ന് എനിക്കറിയില്ല. ഓപ്പോസിറ്റ് ഓഫ് ദ റോഡ് കുറേ ഉണ്ട് കണ്ടോ, ദൂരെ വെൽക്കം എഴുതിയിട്ട് കണ്ടോ. അത് മലേന്റെ മേലെയാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ പാലസ് കണ്ടു, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കാണ്. കയറി നിന്നിട്ട് ആൾക്കാർ പാലസ് കാണും. അങ്ങനെ നമ്മൾ പാലസ് ഒക്കെ കണ്ടു, തിരിച്ച് വണ്ടീൻ്റെ അടുത്ത് എത്താനായി. പക്ഷേങ്കിൽ ഭയങ്കര ക്രൗഡ്. ഇപ്പം ഫുള്ള് വണ്ടിയൊക്കെ ആയിട്ട് പുകയും പൊടിയൊക്കെയാണ് കണ്ടോ ഗൈസ്, ഫുള്ള് വണ്ടിയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്താനായി. വണ്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു ഗൈസ്, നമ്മൾ വണ്ടീൻ്റെ അടുത്തെത്തി. ഇതാ നമ്മുടെ വണ്ടി, പപ്പാസ് എല്ലാം കണ്ടു ഗൈസ്, എല്ലാം കാണാൻ പറ്റി. ക്രൗഡ് ഉണ്ടായിരുന്നു ചില സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട്, എന്നാലും കുഴപ്പമില്ല. അതിലൂടെയൊക്കെ അങ്ങോട്ട് വന്നു. ഒന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് മാലകൾ നല്ല ഉണ്ടായിരുന്നു, അതല്ലാണ്ട് വേറെ കാര്യമായിട്ട് അടിപൊളി സാധനങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഫുഡ് ഐറ്റംസിനൊക്കെ എല്ലാത്തിനും നല്ല വില കുറവാണ്, ഭയങ്കര കത്തുന്ന റേറ്റൊന്നുമില്ല. സാധനങ്ങളെല്ലാം തന്നെ ഭയങ്കര റേറ്റ് കുറവാണ് ഇവിടെ കണ്ടത്. വഴിയിൽ ഫുൾ ഇതാണ്, വഴിയിൽ ഫുൾ ലൈറ്റാണ് കേട്ടോ. ഒരു റൗണ്ടിൽ നമ്മളെത്തി. ആ റൗണ്ടിൽ ഫുൾ ഇത് പൂവ് ഫോക്കസ് ആകുന്നില്ല ഇത് കണ്ടോ. നല്ല ലൈറ്റ്, നല്ല ലൈറ്റ്, അടിപൊളി ലൈറ്റ് കിട്ടുകയും ചെയ്തു, സൂപ്പർ. നമ്മൾ വേറൊരു സർക്കിളെത്തി, അവിടെയും കുറേ ലൈറ്റ് ഉണ്ട്. നല്ല രസമുണ്ട്. ഫ്ലവർ 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 ഇല്ല അത് കത്തുന്ന കണ്ണടയിട്ട് ഷോ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൂഡ് മാറ്റാൻ പറ്റും. അതാ മൂഡ് മാറ്റാൻ പറ്റും. ഫുഡ് കഴിക്കാൻ നിർത്തി, ഡിന്നർ കഴിക്കാൻ നിർത്തിയിട്ട് ഡിന്നർ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ആടുന്ന് കണ്ടതെല്ലാം വാരി വലിച്ചതുകൊണ്ട് ഡിന്നർ കഴിച്ചിട്ടില്ല. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ബൈ, ഇനി നാട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, മൈസൂർ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാമിൻ്റെ പാട്ടിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.